അപ്പോൾ മക്കളെ, മൊഡ്യൂൾ 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ലാസ്റ്റ് മിനിറ്റ് വീഡിയോ ആയിട്ട് ഇതിനെ കാണരുത്. ഇത് ജസ്റ്റ് പോഡ്കാസ്റ്റ് പോലെ കേട്ട് എല്ലാം എന്താ മനസ്സിൽ ആ ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ്ലി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ആദ്യം കാണുന്നത് എന്താണ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കളക്ഷൻ ഓർഗനൈസേഷൻ അനാലിസിസ് ഓഫ് ഡേറ്റയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കണ്ടു. അപ്പം ഈ ഡേറ്റയെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നാമത്തേതാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഇതിൻ്റെ അകത്താണ് നമുക്ക് 3 കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആദ്യത്തെ മീന്, മീഡിയൻ, മോഡ് എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയൻ, മോഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തരുന്ന ഡേറ്റ എന്ന് പറയുന്നത് 3 തരത്തിൽ വരാം. ഓക്കെ, ആ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഡേറ്റ ക്യാൻ ബി ഓഫ് 3 ടൈപ്പ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 2, 3, 4, 5 എക്സെട്ര 8, ഇത് ഇൻഡിവിജ്വൽ ഡേറ്റയാണ്. ഓക്കെ, ഇനി ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഉണ്ടാവും, അതായത് എക്സ് വാല്യൂസ് വിത്ത് ഫ്രീക്വൻസീസ്. ഇപ്പോൾ നോക്കൂ, 2, 3, 5, ഇത് 6, 2, 1, അതായത് 2 എന്ന നമ്പർ 6 ടൈംസ്, 3 എന്ന നമ്പർ 2 ടൈംസ്, 5 എന്ന നമ്പർ 1 ടൈംസ്. ഇത്തരത്തിലുള്ള ഡേറ്റയാണ് ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് കണ്ടിന്യൂസ് ഡേറ്റ, അതായത് നമ്മുടെ വാല്യൂസ് ഒരു റേഞ്ചിലാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ക്ലാസ് ഇൻ്റർവെല്ലാണ് ഫ്രീക്വൻസി ഉണ്ടാവും. 0 to 10, 10 to 20, 20 to 30, ഇത്തരത്തിലാണെങ്കിൽ ഇപ്പം അതിൻ്റെ ഫ്രീക്വൻസി 5, ഇതിൻ്റെ ഫ്രീക്വൻസി 3, ഇതിൻ്റെ ഫ്രീക്വൻസി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റയെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻഡിവിജ്വൽ ഡേറ്റ, പിന്നെ 2 ഡിസ്ക്രീറ്റ് ഡേറ്റ, 3 കണ്ടിന്യൂസ് ഡേറ്റ. ഓക്കെ, ഡിസ്ക്രീറ്റ് ഡേറ്റയ്ക്ക് കണ്ടിന്യൂസ് ഡേറ്റയ്ക്ക് ഫ്രീക്വൻസി ഉണ്ടാവും, കണ്ടിന്യൂസ് ഡേറ്റയ്ക്ക് ക്ലാസ് ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പോകാം. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്, മീനാണ്. മീൻ അല്ലേ, മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഓക്കെ, മീൻ. അപ്പോൾ എന്താണ് മീൻ? ഒന്നുമില്ല മക്കളെ, മാത്തമാറ്റിക്കൽ ആവറേജ് തന്നെയാണ് മീൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, സം ഓഫ് ഓൾ നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പേഴ്സ് ചെയ്യില്ലേ. സം ഓഫ് ഓൾ നമ്പേഴ്സ് അല്ല, സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. ഇതിനെയാണ് മാത്തമാറ്റിക്കൽ ആവറേജ് എന്ന് പറയുക. ഇത് തന്നെയാണ് മീൻ, അല്ലെങ്കിൽ നമ്മൾ എക്സ് ബാർ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ബാർ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ ഡേറ്റയുടെ കേസിൽ അത് എങ്ങനെയാണെന്നുള്ള കേസാണ്. ഓക്കെ, ഒന്നാമത് നമ്മൾ കണ്ടത് അരിത്തമെറ്റിക് മീൻ തന്നെയാണ്. അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വലിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, സിഗ്മ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എൻ. ആ ഫോർമുല എല്ലാവർക്കും അറിയാം. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടത് ഫ്രീക്വൻസി വരുമ്പോൾ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം. ഫ്രീക്വൻസി ഡേറ്റ തന്നു കഴിയുമ്പോൾ എക്സ് ബാർ എങ്ങനെ കണ്ടുപിടിക്കാം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, വേറെ ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റ. ഇപ്പോൾ എക്സ് എഫ് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിലേക്ക് വരച്ചിട്ട് എഫ് എക്സ് കാണണം. ഓക്കെ, ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ എൻ. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് സിഗ്മ എഫ് എക്സ്. ആ ടേബിൾ വരച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ് ഇൻ്റർവെല്ലാണ് തരുന്നതെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, അതായത് കണ്ടിന്യൂസ് കേസിൻ്റെ കേസിലും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഇൻഡിവിജ്വൽ ഡേറ്റ, ഇത് ഡിസ്ക്രീറ്റ് ഡേറ്റയുടെ കേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിലുള്ള ഫോർമുല, കണ്ടിന്യൂസ് ഡേറ്റയാണ് നമുക്ക് തരുന്നതെങ്കിൽ ആ കേസിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതും ഫോർമുല എല്ലാം സെയിം തന്നെയാണ്, ഒരു പ്രശ്നമില്ല മക്കളെ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ഒന്നുമില്ല, സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് ഓർക്കേണ്ട, x1 x2 എക്സെട്ര അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെയും ഇങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ തരില്ലേ, ക്ലാസ് ഇൻ്റർവെൽ അല്ലേ. ഇവിടെ 0 to 10, 10 to 20, 20 to 30. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി തരില്ലേ,
ഓക്കെ, ഫ്രീക്വൻസി ഇപ്പോൾ ഓരോ വാല്യൂസ് തരും. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ലാസ് ഇൻട്രോ, ഇതിന് കറസ്പോണ്ടിങ് ക്ലാസ് ഇൻട്രോ അല്ല, അതായത് ഇതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂസ്, അതായത് ഈ 0 മുതൽ 10 അതിന് വരെയുള്ള കറസ്പോണ്ടിങ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 0 + 10 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അതിൻ്റെ മിഡ് വാല്യൂ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ക്ലാസ് ഇൻട്രോവലിൻ്റെ മിഡ് വാല്യൂ. ഓക്കെ, അപ്പം ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, ഇവിടെ 15 വരും, ഇവിടെ എന്ത് വരും, ഇവിടെ 25 വരും. ഓക്കെ ആണല്ലോ, അത്രയും കാര്യങ്ങൾ. ഇനി ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ഈ ക്ലാസ് ഇൻട്രവൽ കണ്ടിന്യൂസ് ഡേറ്റയ്ക്കകത്ത് കണ്ടിന്യൂസ് ഡേറ്റേനെ പറ്റി പറയുമ്പോൾ അത് രണ്ട് രീതിയിൽ വരാം. ഒന്നാമത്തത് എക്സ്ക്ലൂസീവ് ഡേറ്റ, പിന്നെ രണ്ടാമത്തത് ഇൻക്ലൂസീവ് ഡേറ്റ. എക്സ്ക്ലൂസീവ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലാസ് ഇൻട്രോയിൽ എങ്ങനെ കിടക്കുന്നു വെച്ചാൽ കണ്ടിന്യൂസ് ആയിരിക്കും, 0 to 5, 5 to 10, 10 to 15 അങ്ങനെ പോകും വിത്ത് ഫ്രീക്വൻസി. ഓക്കെ, ഇൻക്ലൂസീവ് ഡേറ്റ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ക്ലാസ് ഇൻട്രവൽ കണ്ടിന്യൂസ് ആയിരിക്കില്ല, അതായത് 0 to 4.9, 5 to 9.9, ഇനി 10 to 14.9 അങ്ങനെ പോകും. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ട്? അതായത് ഇവിടെ തീരുന്നതും ഇവിടെ തുടങ്ങുന്നതും സെയിം ആണ്, ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഏത് ഇൻക്ലൂസീവ് ഡേറ്റ തന്നു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ഡേറ്റയാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനെന്താക്കിക്കണം, എക്സ്ക്ലൂസീവ് ഡേറ്റ ആക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പം മീൻ ചെയ്യുമ്പോൾ അങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. In the case of mean, no need to convert inclusive to exclusive. അത് നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ മാത്രമേ, ഇനി പറയാൻ പോകുന്ന സാഹചര്യത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഈ കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലേക്ക് ഓർത്തേക്ക്. നിങ്ങൾ മീൻ കണ്ടുപിടിക്കുമ്പോൾ ഇൻക്ലൂസീവ് ഡേറ്റ എക്സ്ക്ലൂസീവ് ഡേറ്റ ആക്കിയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഉത്തരം കിട്ടുന്നത് കറക്റ്റ് തന്നെയായിരിക്കും. ഇത് എവിടെയാണെന്നുള്ളത് നമ്മൾ ഇനി പറയാൻ പോകുന്നിടത്താണ് ഈ ഇൻക്ലൂസീവ് ഡേറ്റ എക്സ്ക്ലൂസീവ് ഡേറ്റ ഇമ്പോർട്ടൻറ്റ്. മീനിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു നോട്ടായിട്ട് അടുത്തൊരു ഫാക്ടർ എന്നോണം പറഞ്ഞാണ് ഈ കണ്ടിന്യൂസ് ഡേറ്റയുടെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നമ്മൾ പഠിച്ച മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണ്? അതെ, മീഡിയൻ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയനെ പറ്റി സംസാരിക്കാം. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, മിഡിൽ വാല്യൂ തന്നെയാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് ആദ്യം നിങ്ങൾ മനസ്സിലേക്ക് വരുത്തേണ്ടത്. ഓക്കെ, ഇനി അപ്പം ഏതൊരു പ്രോബ്ലം ഇൻഡിവിജ്വൽ ഡേറ്റയാണ് തരുന്നതെങ്കിൽ, അപ്പോൾ ഇൻഡിവിജ്വൽ ഡേറ്റയുടെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ ഡേറ്റ, അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ഇൻഡിവിജ്വൽ ഡേറ്റ ആണെന്ന് വിചാരിക്കുക. ഇൻഡിവിജ്വൽ ഡേറ്റ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, അതിനുശേഷം n ഈക്വൽ ടു എന്നുള്ള വാല്യൂസിലെ നമ്പർ ഓഫ് വാല്യൂസ് അത് ഓഡാണ് എങ്കിൽ മീഡിയൻ എം എന്ന് പറയുന്നത് എന്തായിരിക്കും, n+1/2th ടേം ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ ഓർ n ഈക്വൽ ടു ഈവൻ ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ഈ നമുക്ക് മിഡിൽ വാല്യൂ രണ്ടെണ്ണം വരില്ലേ. ഇപ്പോൾ നോക്ക് 2, 3, 4, 5 ഇതാണ് എൻ്റെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഡേറ്റ എങ്കിൽ ഇവിടെ n ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ, ഓഡ് എന്ന് പറയുമ്പോൾ 6 കൂടെ കൊടുത്തേക്കാം. 6 വേണ്ട, 1 കൊടുക്കാം, അല്ല വേണ്ട 6 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ എന്താണ് അസെൻഡിങ് ഓർഡറിലാണോ? അതെ, അസെൻഡിങ് ഓർഡറിലാണ്. രണ്ടാമത്തത് n ഈക്വൽ ടു ഓഡാണോ? ഓഡാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യം n+1/2 എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താണ്? 1, 2, 3, 4, 5 അല്ലേ. 5 + 1/6 ഇസ് ഈക്വൽ ടു തേർഡ് ടൈം എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ആയിരിക്കും ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയല്ല, n എന്ന് പറയുന്നത് ഈവൻ ആണെന്ന് വിചാരിക്കുക. n എന്ന് പറയുന്നത് ഈവൻ എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഇല്ല. ഓക്കെ, ഈ വാല്യൂ ഇല്ല, 6 നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ചു. 6 നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ ഇത്രയും വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അസെൻഡിങ് ഓർഡറിലൊക്കെ തന്നെയാണ്, പക്ഷേ രണ്ട് വാല്യൂസ് എന്തായിട്ട് വരുന്നുണ്ട്, മീഡിയൻ വാല്യൂസ് വരുന്നത്. അപ്പം ഈ ഇതിന് എനിക്ക് എന്ത് പറയാൻ പറ്റും, ഇത് n/2 ആയിരിക്കും, ഇത് n/2 + 1 ആയിരിക്കും. ഇവിടെ n-ൻ്റെ വാല്യൂ എന്താണ്? 4 അല്ലേ, n ഈക്വൽ ടു 4. ഓക്കെ, n ഈക്വൽ ടു 4/2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈം 3 അല്ലേ ഇവിടെ. ഇനി 4/2 + 1 അത് പറയുമ്പോൾ 2 + 1 തേർഡ് ടൈം 4 അപ്പോൾ 2 ടൈം വരും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മീൻ എടുക്കുക. ഓക്കെ, അപ്പം n ഈക്വൽ ടു ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, n/2th ടൈമിൻ്റെയും n/2 + 1th ടൈമിൻ്റെയും കൂടെ മീൻ അങ്ങ് എടുക്കുക. ഓക്കെ, 1th ടൈം n/2 + 1th ടൈം ഡിവൈഡഡ് ബൈ 2 അതിൻ്റെ മീൻ അങ്ങ് എടുക്കുക. ഇത്രയാണ് ഇൻഡിവിജ്വൽ ഡേറ്റയുടെ കേസിലുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഡിസ്ക്രീറ്റ് ഡേറ്റ വരുമ്പോൾ ഉള്ളത്, ഡിസ്ക്രീറ്റ് ഡേറ്റ രണ്ടാമത്തെ കേസ്. ഡിസ്ക്രീറ്റ് ഡേറ്റയുടെ കേസിൽ
ഡിസ്ക്രീറ്റ് ഡേറ്റയാണ് തരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഇങ്ങനെയായിരിക്കും ഡിസ്ക്രീറ്റ് ഡേറ്റ തരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു എക്സ് വാല്യൂസ് തരും, ഇവിടെ എഫ് വരും അല്ലേ. ഫോർ എക്സാമ്പിൾ 2 4 3, ഇവിടെ 1 അല്ലെങ്കിൽ 10 20 30 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇനി നമുക്ക് മീഡിയം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്, പ്രോസസ്സിനെ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട എന്ത് ചെയ്യണം? അറേഞ്ച്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 4 3, അതെ 2 4 3 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്ന് അറേഞ്ച് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അല്ലേ. ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 4 മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഓക്കെ, 2 4 3, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 20. ഇവിടെ എന്ത് വരും? ഇവിടെ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 20, പിന്നെ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 30. അപ്പോൾ ഇതെന്തായി? അസെൻഡിങ് ഓർഡറിലായി. നിങ്ങൾ പേടിക്കേണ്ട, പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർഡറിലേ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ ആയതാണ്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കുക. ഇവിടെ എന്തായി? ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് അല്ലേ. അസെൻഡിങ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് 2 3 2 2 3യുടെ വരുമ്പം 30. അപ്പോൾ 2 3 4 10. ഇത് നോക്കണ്ട, ഈ വാല്യൂസ് അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കി ക്ലിയർ ആക്കി. അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നൊരു പറഞ്ഞ സാധനമുണ്ട്, CF. അത് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഫസ്റ്റ് എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അത് തന്നെ. അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഞാൻ 30 + 10, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇവിടെ എഴുതുക. 30 + 10 എന്ന് പറയുമ്പോൾ എന്ത് വരും? 40 വരും. 40 ആയിരിക്കും എന്തെന്ന് പറയുന്നത് 3 എന്നുള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അടുത്ത് എന്ത് ചെയ്യണം? 14 20 ആഡ് ചെയ്യുക, 14 20 ആഡ് ചെയ്യുക, ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ക്യാപിറ്റൽ N 60 ആവും, ഫൈനൽ വാല്യൂ 60 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ കേസ് n നമ്പർ ഓഫ് ഡേറ്റ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ നമുക്ക് എന്താണ്? N ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നാലാമത്തെ സ്റ്റെപ്പിലാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, n+1/2. മക്കളെ ശ്രദ്ധിക്കണേ, n+1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. മറ്റേ ഇൻഡിവിജ്വൽ കേസിൽ ഞാൻ ഇത് n/2 + 1 എന്നാണ്. ഇവിടെ എന്താണ്? n/2 n+1/2 n+1 ഹോൾ ഡിവൈഡഡ് ബൈ 2th ടേം നോക്കുക ഇൻ CF, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ക്യാപിറ്റൽ Nന്റെ വാല്യൂ എന്താണ്? 60 അല്ലേ. അപ്പോൾ 60 + 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 നമുക്കുണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 30.5 എന്ന് വരും അല്ലേ. 30.5. ഓക്കെ, 30.5 എന്നുള്ള വാല്യൂ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലുണ്ടോ? ഇല്ല. അപ്പം ജസ്റ്റ് ഗ്രേറ്റർ ദാൻ 30.5 ആയിട്ടുള്ള വാല്യൂ എടുക്കുക. അപ്പോൾ അതിവിടെ നോക്കുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ളത് എവിടെയാണ്? 40 ആണ് വരുന്നത്. അപ്പോൾ 40ക്ക് നേരെയുള്ള എക്സ് വാല്യൂ ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഈ ഒരു കാര്യം മാത്രം ഓർത്തിട്ട് മതി. അവിടെ വേറെ ഫോർമുലയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് ഡേറ്റയിൽ n+1/2th ടേം ഇൻ CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n+1/2th ടേം ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന തൊട്ടടുത്ത വാല്യൂ നോക്കുക, അതിന് കറസ്പോണ്ട് നേരെയുള്ള എക്സ് വാല്യൂ ഏതോ അതായിരിക്കും മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. എന്താണ്? കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിലുള്ളത്. ഓക്കെ, കണ്ടിന്യൂസ് ഡേറ്റ, അവിടെയാണ് ഇച്ചിരി ട്വിസ്റ്റ് ഉള്ളത്. കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിൽ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം അവിടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഫോർമുല അത് ഞാനൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം. മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ n/2th ടേം അല്ലെങ്കിൽ ക്ലാസ് ഇൻ CF, n/2th ക്ലാസ് ഇൻ CF, n/2th ക്ലാസ് ഇൻ CF, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ n/2 നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ഏതോ അതായിരിക്കും എന്തെന്ന് പറയുന്നത് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി n/2 എന്നുള്ള വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് കഴിഞ്ഞ് വരെ തൊട്ടടുത്ത വലിയ വാല്യൂ എടുത്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു വെച്ചേക്കാം. 0 to 10, 10 to 20, 20 to 30. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ ഇപ്പോൾ 10 20 30 ആണെന്ന് വിചാരിച്ചു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ അറിയിട്ട് എന്തൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ 10 വരും, ഇവിടെ 10 + 20 30 വരും, ഇവിടെ 30 + 30 60 വരും. ഓക്കെ ആണല്ലോ. ഓക്കെ,
ശരി, ഇവിടെ നമുക്ക് ഓർഡറിലേക്കേ തരുള്ളൂ, അത് പ്രശ്നം. അതുകൊണ്ട് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നോക്കണ്ട. പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുല കണ്ടുപിടിക്കാം. മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽ പ്ലസ് എൻ ബൈ ടു, എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എഫ് ബൈ എഫ് ഇൻറ്റു എച്ച് ആണ്. ഓരോ വാല്യൂസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക മക്കളെ, എൽ എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട് ഓഫ് മീഡിയൻ ക്ലാസ്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത് അല്ലെങ്കിൽ ക്ലാസ് സൈസ്. ഇനി ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രിസീഡിങ് ക്ലാസ്, തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൻ്റെ, അത് മീഡിയം ക്ലാസ്സിന് തൊട്ട് മുമ്പിലുള്ള ക്ലാസ്സിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്താ, അതാണ് ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ. സ്മോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. അപ്പോൾ ഈ ഫോർമുല പഠിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം മക്കൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ ബൈ ടു മൈനസ് എഫ് ബൈ എഫ് ഇൻറ്റു എച്ച്. മുകളിൽ വലിയ എഫ്, താഴെ സ്മോൾ എഫ് എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഇൻക്ലൂസീവ്, ഇപ്പം നിങ്ങൾക്ക് തരുന്നത് ഈ കേസിൽ ഇവിടെ എന്താണ്, ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ഉറപ്പായിട്ടും ഇൻക്ലൂസീവ് ഡേറ്റയെ എന്താക്കി മാറ്റണം, എക്സ്ക്ലൂസീവ് ഡേറ്റയാക്കി മാറ്റിയിട്ടേ ക്വസ്റ്റ്യൻ ചെയ്യാവുള്ളൂ. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വിചാരിച്ചു, ഡേറ്റ എങ്ങനെയാണ് തന്നിരിക്കുന്നത് വിചാരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 0 to 4.9, 5 to 9.9, 10 to 14.9 ആണെന്ന് വിചാരിച്ചു. ഇതെന്താണ്, ഇതാണ് നമ്മുടെ ക്ലാസ്. ഇതിൻ്റെ ഫ്രീക്വൻസി അതെന്തും ആയിക്കോട്ടെ. ഇനി ഇവിടെ എന്താണ്, ഇവിടെ ക്ലാസ്. ഇതിനെ എക്സ്ക്ലൂസീവ് ഡേറ്റ ആക്കാൻ വേണ്ടി എന്താ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത രണ്ട് ക്ലാസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ നിന്നും അപ്പർ ബൗണ്ടും സെക്കൻഡ് ക്ലാസ്സിൽ നിന്നും ലോവർ ബൗണ്ടും എടുക്കുക. ഇവിടെ എന്ത് വരും, 4.9 അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പർ ബൗണ്ട് 4.9 വരും, ലോവർ ബൗണ്ട് സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 5 വരും. എന്നിട്ട് അത് രണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. അതായത് 5 മൈനസ് 4.9 വിച്ച് ഈസ് ഈക്വൽ എന്ത് വരും, 0.1 എന്ന് വരും. ശരിയല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, അല്ല ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. അങ്ങനെ കുറച്ച് എളുപ്പ വാല്യൂസ് ഞാൻ തരാം, ഇപ്പോൾ ഇത് 4.9 to 10 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. 0 to 4, 4 to 9, 10 to 14 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോവർ ബൗണ്ട് അടുത്തടുത്ത രണ്ട് ക്ലാസ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ട്, അതായത് ആദ്യം വരുന്ന ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ 4, സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ബൗണ്ട് അത് 5. ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുക. 5 മൈനസ് 4 ഈക്വൽ ടു 1. എന്നിട്ട് അതിൻ്റെ ഹാഫ് കാണാം. ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടെ ഈക്വൽ ടു 0.5. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 0.5 എന്നുള്ള വാല്യൂ ഇപ്പോൾ കിട്ടി. അത് മൈൻഡിൽ കിടക്കട്ടെ. ഇനി ഞാൻ പറയാൻ കാര്യമാണ്, ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, ലോവർ ബൗണ്ടിൽ നിന്ന് ഓരോ ലോവർ ബൗണ്ടിൽ നിന്നും, അതായത് ഈ ഇൻക്ലൂസീവ് ഡേറ്റയുടെ ഓരോ ലോവർ ബൗണ്ടിൽ നിന്നും ആ 0.5 അങ്ങ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 0 മൈനസ് 0.0 എന്നുള്ള 0യുടെ കേസ് നമ്മളൊന്നും ചെയ്യേണ്ട, 0 തന്നെ ഇട്ടാലും മതി. ഓക്കെ, ലോവർ ബൗണ്ടിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 20 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ 0 മൈനസ് 0.5 മൈനസ് 0.5 വരും. അത് കുഴപ്പമില്ല, ഇപ്പോൾ അങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നമില്ല, ഇല്ലെങ്കിൽ 0 തന്നെ എടുത്താൽ മതി. ഓക്കെ, 2 4 എന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും, 5 എന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും, 4.5 എന്ന് വരും അല്ലേ. 10 എന്ന് കുറയ്ക്കുമ്പോൾ എന്ത് വരും, 9.5 എന്ന് വരും. അപ്പോൾ ലോവർ ബൗണ്ട് എല്ലാം സെറ്റായി. അപ്പോൾ ലോവർ ബൗണ്ടിൽ നിന്ന് ഈ 0.5 എല്ലാം കുറയ്ക്കുക. അപ്പർ ബൗണ്ടിൻ്റെ കൂടെ അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. 4.5, 9.5, 14.5. നോക്കി ഇപ്പോൾ കണ്ടിന്യൂസ് ആയില്ലേ. 4.5 തീർന്നു, 4.5 തുടങ്ങി, 9.5 തീർന്നു, 9.5 തുടങ്ങി. ഇങ്ങനെയായിരിക്കും ഇൻക്ലൂസീവ് ഡേറ്റ. അപ്പോൾ ഇൻക്ലൂസീവ് ഡേറ്റ മീഡിയം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും അതിനെ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് അവിടെ ഓർക്കേണ്ട ആകെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫൈനലി എന്താണ് വേണ്ടത്, മോഡ്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടതാണ് എന്ത്, മോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഒന്നുമില്ല, മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ, ഏറ്റവും കൂടുതലും റിപ്പീറ്റഡ് വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുക. അപ്പോൾ ഇൻഡിവിജ്വൽ ഡേറ്റയുടെ കേസിൽ ഒന്നാമത്തെ കേസ് ഇൻഡിവിജ്വൽ ഡേറ്റ എടുക്കുകയാണെങ്കിൽ എന്താണ്, മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ അതാണ്, അതെടുക്കുക. മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, മോഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ഡിസ്ക്രീറ്റ് ഡേറ്റയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്,
ദ വാല്യൂ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി വരുമ്പോഴാണ് മോസ്റ്റ് റിപ്പീറ്റ്. വാല്യൂ വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി വിൽ ബി മോഡ്. ഓക്കെ ആണോ? ഇപ്പോൾ ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സ് എഫ് 1 2 3 10 20 30. ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് 30 ആണ്. 30 കറസ്പോണ്ട് എക്സ് വാല്യൂ ഏതാണ്? 3. അപ്പോൾ ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും. അത്രയേ ഉള്ളൂ സംഭവം. ഇനി മൂന്നാമത്തെ കേസിലാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫോർമുലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡേറ്റ. കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിൽ മോഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും: എൽ പ്ലസ് F1 മൈനസ് F0 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒന്നുമില്ല മക്കളെ. എൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ആദ്യം നിങ്ങളപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു മോഡൽ ക്ലാസ് കണ്ടുപിടിക്കണം. മോഡൽ ക്ലാസ് ഒന്നുമില്ല, ക്ലാസ് വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി. തന്നിരിക്കുന്ന ഡേറ്റയിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ഏതോ ആ ക്ലാസ് ആയിരിക്കും മോഡൽ ക്ലാസ്. മോഡൽ ക്ലാസ്സിനെ ബന്ധപ്പെടുത്തിയാണ് ഈ ഓരോ വാല്യൂസും കിടക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ ബൗണ്ട് ഓഫ് മോഡൽ ക്ലാസ്. ഇനി അടുത്തത് F1 അല്ലെങ്കിൽ F0 എന്ന് നമുക്ക് എടുക്കാം. F0 F1 F2 അതാണ് നമ്മുടെ 3 കാര്യങ്ങളുള്ളത്. അപ്പോൾ F1 എന്നുള്ളത് ഞാൻ ആദ്യം പറയണം, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ് ആണ് F1 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രീക്വൻസി ഓഫ് പ്രീ. അപ്പോൾ F0 എന്നത് തൊട്ട് പുറകിലുള്ള ക്ലാസിൻ്റെ ഫ്രീക്വൻസി ഓഫ് പ്രീ മോഡൽ ക്ലാസ്. അതായത് മോഡൽ ക്ലാസ്സിന് മുമ്പിൽ തൊട്ട് മുന്നേ ഉള്ള ക്ലാസിൻ്റെ ഫ്രീക്വൻസി എന്തോ അതാണ് F0 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ F2 എന്തായിരിക്കും? ഫ്രീക്വൻസി ഓഫ് പോസ്റ്റ് മോഡൽ ക്ലാസ്. ഈസി അല്ലേ? അങ്ങനെയാണ് H എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലാസ് വിഡ്ത്ത് തന്നെയായിരിക്കും, നമ്മൾ തൊട്ട് പോകേണ്ട, അല്ലെങ്കിൽ ക്ലാസ് സൈസ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരുന്നാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? മോഡ്, കണ്ടിന്യൂസ് ഡേറ്റയുടെ കേസിൽ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ മീൻ. ചിലപ്പോൾ എക്സാമിന് ഷോർട്ട് കട്ട് മെത്തേഡ് വഴി ചെയ്യുമെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫോർമുല എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ FI DI ഡിവൈഡഡ് ബൈ സിഗ്മ FI ആണ്. ഇവിടെ ഒന്നുമില്ല മക്കളെ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മീൻ, നടുക്ക് കിടക്കുന്ന വാല്യൂവിനെ നമ്മൾ മീനായിട്ട് അങ്ങ് ചൂസ് ചെയ്യുക. അതായത് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ ഏറ്റവും നടുക്ക് വരുന്ന വാല്യൂസിനെ. ഓക്കെ, XI വാല്യൂകൾ നമ്മളെല്ലാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്ന വാല്യൂവിനെ നമ്മൾ അസ്യൂംഡ് മീനായിട്ട് എടുക്കും. ഇനി അത് വെച്ചിട്ടാണ് DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ എക്സ് വാല്യൂന്നും എ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ എന്നിട്ട് ആ ഡേറ്റയിൽ അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ആണ് തരുന്നത് വെച്ചു. അപ്പോൾ ക്ലാസ് തന്നു, ഇവിടെ ഫ്രീക്വൻസി തന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ 0 to 10 10 to 20 20 to 30 എന്ന് വിചാരിച്ചു. 1 2 3 ആണ് ഫ്രീക്വൻസി എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിൻ്റെ XI വാല്യൂസ് എഴുതണം. ആ XI വാല്യൂസ് ഞാൻ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 5 15 പിന്നെ 25 വരും. ഞാൻ അസ്യൂംഡ് മീനായിട്ട് ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഏതായിരിക്കും? ഞാൻ അസ്യൂംഡ് മീനായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നോക്കൂ മക്കളെ, അസ്യൂംഡ് മീനായിട്ട് ഞാൻ മുന്നിൽ കാണുക എപ്പോഴും 15 ആയിരിക്കും. കാരണം അതല്ലേ നടുക്ക് കിടക്കുന്നത്. ഓക്കെ, അസ്യൂംഡ് മീനായിട്ട് ഞാൻ 15 എടുക്കും. അപ്പോൾ എൻ്റെ A ഈക്വൽ ടു 15 ആണ്. അങ്ങനെയാണ് DI ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് മൈനസ് 15. 5 മൈനസ് 15 എന്ന് പറയുമ്പോൾ എന്ത് വരും? -10 വരും. 15 മൈനസ് 15 0 വരും. 25 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 10 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? FI DI കാണണം. ഇത് -10 വരും. 2 × 0 0 വരും. 3 × 10 30 വരും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ FI DI എന്ന് പറയുന്നത്. സിഗ്മ FI എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ തന്നെ കിട്ടും. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു ഫോർമുല മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ മീൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഷോർട്ട് കട്ട് മെത്തേഡ് വഴി ചെയ്യുമെന്ന് കൃത്യമായിട്ട് എടുത്ത് ചോദിച്ചാൽ മാത്രം അത് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഓക്കെ ആണോ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ മീൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഒന്നുമില്ല മക്കളെ, അവിടെ നോക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് ഇവിടെ ഒരു H എന്നും കൂടെ വരും. H ഇൻറ്റു സിഗ്മ FI. DIക്ക് പകരം DI ഡാഷ് ഡിവൈഡഡ് ബൈ സിഗ്മ FI എന്നായിട്ട് മാറും. ഓക്കെ, H എന്ന് പറഞ്ഞാൽ ക്ലാസ് വിഡ്ത്ത്, അല്ലെങ്കിൽ എന്താ പറയുക, കോമൺ. H എന്നുള്ള ക്ലാസ് വിഡ്ത്ത് ആണ് വരിക. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. ബാക്കി ഫോർമുല എല്ലാം സെയിം ആണ്. DI ഈസ് ഈക്വൽ ടു എന്താണ്? XI മൈനസ് A ആണ്. A എന്നുള്ളത് എന്താണ്?
അസ്യൂംഡ് മീൻ ആണ്, അസ്യൂംഡ് മീൻ തന്നെയാണ് എ എന്ന് പറയുന്നത്. ഇനി ഡി ഐ ഡാഷ് എന്ന് പറയുന്നത് ഒന്നുമില്ല മക്കളെ, എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച്. ഇതാ നിങ്ങൾ നോക്കിക്കേ, ഈ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൻ്റെ കേസിൽ ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ എഫ് ഐ ഡി ഐ വിട്ടു, എഫ് ഐ ഡി ഐ കാണുന്നില്ല. അതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം നോക്കുകയാണെന്ന് നോക്കിക്കേ, ഈ ഓരോ വാല്യൂസിൽ എന്ത് കോമൺ ഉണ്ട്? 10 കോമൺ ഇല്ലേ അല്ലേ? എനിക്കപ്പോൾ ഈ ഇതിനെ ഓരോന്നിനെയും ഡി ഐ ബൈ 10 ചെയ്യാമല്ലേ? അതാണ് എന്തെന്ന് പറയുന്നത്, ഡി ഐ ഡാഷ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് വരും? -1 0 10. ഈ 10 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ക്ലാസ് വിഡ്ത്ത് അല്ലേ അല്ലേ? ഇവിടെ h ഈസ് ഈക്വൽ ടു 10. ഇതിന് ഓരോന്നിനെ എന്ത് വെച്ചോ, ഇവിടെ 10 അല്ല, ഇവിടെ 1 ആണ് വരുന്നത്. ഓക്കെ, ഓരോന്നിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതാണ് അപ്പം കിട്ടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഡി ഐ ഡാഷ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നേരത്തെ പോലെ തന്നെ എഫ് ഐ ഇൻറ്റു ഡി ഐ ഡാഷ് ആണ്, അതായത് 1 × -1 -1, 2 × 0 0, 3 × 1 3. ഓക്കെ, എന്നിട്ട് അത് ആഡ് ചെയ്യുക, ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? മറ്റേ മേലത്തെ കേസിൽ h = 10 വരും. അപ്പോൾ ഈ ഫോർമുലയെ പറ്റി ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അതും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഉള്ളൂ ഇതെന്ന് പറയും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ചില ക്വസ്റ്റ്യൻ തരും, അതായത് മീനും മീഡിയം തന്നിട്ട് മോഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മീനും മോഡും തന്നിട്ട് മീഡിയം കണ്ടുപിടിക്കുക നോക്കുക. അപ്പോൾ ഒരു റിലേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, ഇതാ നോക്കുക, മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 × മീൻ മൈനസ് മീഡിയൻ എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അത്രയും കാര്യം ഒന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നമുക്കുള്ളത് എന്താണ്? മെഷർ ഓഫ് ഡിസ്പെർഷൻ ആണ്, മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഓക്കെ, ഞാൻ ഫോർമുല മാത്രം ഒന്ന് പറയാം. മെഷർ ഓഫ് ഡിസ്പെർഷൻ നമ്മൾ മെയിനായിട്ട് കാണുന്നത്, ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ആണ്, 2 എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ്, മൂന്നാമത് നമ്മൾ കാണുന്നത് മീൻ ഡീവിയേഷൻ, നാലാമത് നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ എന്താണ്? റേഞ്ച് ആണ്. റേഞ്ച് നമ്മൾ എന്താണ് കണ്ടത്? റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡേറ്റയിലെ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ അത് കഴിഞ്ഞിട്ടല്ലേ മീൻ ഡീവിയേഷൻ, അതെ, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2 ആണ്. Q1 ഒക്കെ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് ഡേറ്റ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒത്ത നടുക്ക് കിടക്കുന്നതാണ് Q2. ഓക്കെ, ഇവിടെ കിടക്കുന്നതാണ് Q1, ഇതിന് നടുക്ക് കിടക്കുന്നതാണ് Q3 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വാർട്ടർ സെക്കൻഡ് ക്വാർട്ടറിലൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മൾ Q1 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? n+1/4 ടേം നോക്കണം. Q2 എന്ന് പറയുന്നത് എന്തായിരുന്നു? n+1/2 ടേം. Q3 എന്ന് പറയുന്നത് എന്തായിരുന്നു? 3/4 × n+1 ടേം. അത് സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഇനി അടുത്തത് പറയാനുള്ളത് മീൻ ഡീവിയേഷൻ ആണ് നമുക്ക് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്. മീൻ ഡീവിയേഷൻ എബൌട്ട് എ വാല്യൂ എ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1/n, ഇൻഡിവിജ്വൽ ഡേറ്റയ്ക്കാണെങ്കിൽ 1/n × സിഗ്മ മോഡുലസ് ഓഫ് xi മൈനസ് എ ആണ്. ഇനി അതെന്താണ്? ഫ്രീക്വൻസി കേസിലാണെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/N × സിഗ്മ മോഡ് fi × xi മൈനസ് എ ചെയ്യാന്നുള്ള ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഓർക്കാനായിട്ടുള്ളതില്ല. പിന്നെ നമ്മൾ നാലാമതായിട്ട് പഠിച്ചതാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നാലാമത് പഠിച്ചത് എന്താണ്? മീൻ ഡീവിയേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ പറഞ്ഞു, റേഞ്ച് പറഞ്ഞു. ഓക്കെ, നാലാമത് നമ്മൾ പഠിച്ചതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് മെയിനായിട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിവിജ്വൽ കേസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ എന്ന സിമ്പിൾ വെച്ചാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ √1/n × സിഗ്മ xi മൈനസ് x ബാർ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി ഫ്രീക്വൻസി കേസ് വരുമ്പോൾ സിഗ്മ എന്നുള്ളത് എന്താണ്? √1/n മാറി ക്യാപിറ്റൽ എന്ന് വരും. സിഗ്മ അതുപോലെ തന്നെ വരും. സിഗ്മ ×
fi ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് ഐ മൈനസ് എക്സ് ബാറിനെ ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ കൂടി ചെയ്യണം. എന്നിന് പകരം ക്യാപിറ്റൽ എൻ ആവും. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, സിഗ്മ എഫ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും വ്യക്തമായിട്ട് ഓർത്തിരിക്കാൻ പറ്റിയാൽ മതി, എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യമുള്ളത് ഇവിടെ ഒരു കാര്യമുള്ളത് സ്ക്വയർ ഓഫ്, അതായത് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നതാണ് വേരിയൻസ്. അതായത് ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യം എന്തോ അതിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വേരിയൻസ് പറഞ്ഞു. ഇനി എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ചിലപ്പോൾ ചോദിക്കും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്തവണത്തേക്ക്, ഒന്ന് ഓർത്തിരിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ CV എന്ന് പറയുന്നത് എന്തായിരിക്കും? സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അതായത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, അതിനെ എക്സ് ബാർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഈ ഫോർമുല മറന്നു പോകല്ലേ മക്കളെ, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ, കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ മെഷർ ഓഫ് ഡിസ്പെർഷൻ സംബന്ധിച്ച്. സിഗ്മ ഈസ് ഈക്വൽ ടു സമ്മേഷൻ fi di സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ fi മൈനസ് സിഗ്മ fi di ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ fi ദ ഹോൾ സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ ഫോർമുല. ടേബിൾ വരച്ച് കണ്ടുപിടിക്കാവുന്ന സാധനമുള്ളൂ. ഇവിടെ di എന്ന് പറഞ്ഞ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ xi മൈനസ് എ ആണ്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ആണ്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിഗ്മ ഈസ് ഈക്വൽ ടു മക്കളെ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, സ്ക്വയർ റൂട്ട് ഈ ഫോർമുല പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കണ്ട് പരിചയപ്പെട്ടാൽ മതി. ഇനി സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എച്ച് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എന്നായിരിക്കും. എച്ച് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ബാക്കിയുള്ളത് എന്താണ്? സിഗ്മ fi di ഡാഷ് സ്ക്വയർ, di മാറി di ഡാഷ് വരും. സിഗ്മ fi മൈനസ് സിഗ്മ fi di ഡാഷ് ബൈ സിഗ്മ fi ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ മക്കളെ ഓർക്കണേ, di ഡാഷ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, di ബൈ എച്ച് ആണ്. അല്ലെങ്കിൽ di ഡാഷിന് ഇങ്ങനെ കൂടെ പറയാം, xi മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച് ആണ്. അത് നിങ്ങൾ ഡേറ്റ വെച്ച് ചെയ്യുമ്പോൾ ഓർത്ത് കണ്ട് ചെയ്താൽ മതി. അതിനകത്ത് വേറെ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ടൊന്ന് ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു.